ഇന്ത്യയുടെ ടെസ്റ്റ് ടീം ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ തെരഞ്ഞെടുത്തു. ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനാകും. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിലാണ് ഇന്ത്യ പുതിയ നായകന് കീഴിൽ ഇറങ്ങുക. വിവരങ്ങൾ അശ്വജിത്ത് നൽകും. അശ്വജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? മോത്തി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് നായകൻ. രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അടുത്ത മാസം ജൂണിൽ നടക്കാനിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഋഷഭ് പന്തായിരിക്കും വൈസ് ക്യാപ്റ്റൻ. ഒപ്പം ടീമിൽ ജയ്സ്വാൾ ഉണ്ട്, KL രാഹുൽ ഉണ്ട്, സായി സുദർശനുണ്ട്, ഒപ്പം കരുൺ നായർ കൂടെ ഒരു ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളിയായ കരുൺ നായർ കൂടെ ടീമിലേക്ക് തിരിച്ചു എത്തുന്നു എന്നുള്ളതും ആ ടീമിന്റെ പ്രത്യേകതയായുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി ഏറെക്കുറെ പ്രവചിക്കപ്പെട്ടത് തന്നെയാണ്. ചർച്ചകളൊക്കെ ആ തരത്തിലായിരുന്നു നടന്നതും. ഒരുപക്ഷെ ബുംറയ്ക്ക് ആ അവസരം ഒരുപക്ഷെ കിട്ടിയേക്കാം എന്ന തരത്തിലും ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ ബുംറയ്ക്ക് ഒരുപക്ഷെ വിശ്രമവും ഒപ്പം ഈ അദ്ദേഹത്തിന്റെ ആ ഷെഡ്യൂളിലുള്ള ഒരു ഹെക്റ്റിക്കായ അല്ലെങ്കിൽ ഒരുപക്ഷെ ദീർഘമായ ഒരു ഷെഡ്യൂളും അദ്ദേഹത്തിന് വിശ്രമം വേണം എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതുകൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇപ്പോൾ ശുഭ്മാൻ ഗില്ലിന് ക്യാപ്റ്റൻസി പദവി ലഭിച്ചിരിക്കുന്നു. ശുഭ്മാൻ ഗില്ലിന് ഇന്ത്യൻ ടീമിനെ നയിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു. ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ച് മികച്ച പെർഫോമൻസ്, ഒരുപക്ഷെ IPL-ലൊക്കെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു ട്രാക്ക് റെക്കോർഡ് 50%-ലേറെ വിജയ ശതമാനമൊക്കെ ഉണ്ട് ശുഭ്മാൻ ഗില്ലിന്. അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് ഇന്ത്യയുടെ ക്യാപ്റ്റനായി വരുമ്പോൾ എത്രത്തോളം ഇനി മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഒരുപക്ഷെ ആരാധകരും നമ്മളെല്ലാം